ാണ് ഡോളർ ഒരു ഇന്റർനാഷണൽ കറൻസിയായി മാറിയത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ എപ്പോൾ പറയുമ്പോഴും ആദ്യം പറയുന്നത് ഡോളറിലാണ്. ഇത് മറ്റൊന്നും കൊണ്ടുമല്ല, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1944 ജൂലൈയിൽ 44 അലീഡ് നേഷൻസിൻ്റെയും 700 ഡെലിഗേറ്റ്സ് അമേരിക്കയിലെ ന്യൂ ഹാംഷറിലെ ബ്രിട്ടൻ വുഡ്സിൽ ചേർന്ന യോഗത്തിന്മേൽ എടുത്ത തീരുമാനത്തിലാണ് അമേരിക്കയുടെ ഡോളർ ഇന്റർനാഷണൽ കറൻസിയായി പ്രഖ്യാപിക്കാനുള്ള കാരണം. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്കയുടെ മോസ്റ്റ് സ്റ്റേബിൾ എക്കണോമി തന്നെയാണ്. 2, ലോക സ്വർണ്ണ റിസർവിൻ്റെ 3 ഭാഗവും അമേരിക്ക തന്നെയാണ് സ്ഥിതി ചെയ്തത്. 3, മറ്റ് നേഷൻസിന് അമേരിക്കയ്ക്ക് മേലുള്ള വിശ്വാസം തന്നെയാണ്. 4മതൊരു കാരണം കൂടെയുണ്ട്, അമേരിക്കയുടെ സ്ട്രെങ്ത് തന്നെയാണ്. എന്നാൽ 1973 ഈ കരാർ പൂർണ്ണമായും റദ്ദാക്കിയതാണ്. എന്നാൽ ഇന്നും ഇത് തുടരാനുള്ള കാരണം മിഡിൽ ഈസ്റ്റ് കൺട്രീസുമായി അമേരിക്ക ഉണ്ടാക്കിയ പെട്രോ ഡോളർ കരാറിൻ്റെ പേരിലാണ്. എന്താണ് പെട്രോ ഡോളർ കരാർ എന്നറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യും.